വിശാലമായ ഉദുവെടുക്കൽ ഹറാമാകുന്ന സന്ദർഭമുണ്ട്. ഈ മസലൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. വൽ എഖ്തസിർ ഹത്തമൻ അല വാജിബിൻ, വാജിബിൻ്റെ മേൽ നിർബന്ധമായും ഉദുവെടുക്കുന്നവൻ ചുരുക്കട്ടെ ലീക്ക് വക്തെടുങ്ങുമ്പോൾ ഔ കില്ലത്തിമായി, അല്ലെങ്കിൽ വെള്ളം കരിയിലാകുമ്പോൾ കുറഞ്ഞതാകുമ്പോൾ. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഒരു വ്യക്തി ഹസർ നിസ്കരിച്ചിട്ടില്ല, കുട്ടിക്കോളും മകരിബാ കൊടുക്കാൻ 6-7 മിനിറ്റ് ഉണ്ട്. ഇവിടെ വിശാലമായി ഉദു കൊടുക്കുകയാണെങ്കിൽ 4-5 മിനിറ്റ് ഉദു കൊടുക്കാൻ തന്നെ വേണ്ടി വരും. വിശാലമായി ഉദു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വാല് വെള്ളം കൊപ്പിച്ച് മുക്ക് വെള്ളം കയറ്റി ചെയ്ത് മിസ്വാക്ക് ചെയ്ത് 3 പ്രാവശ്യം മുഖം കഴുകി 3 പ്രാവശ്യം കഴുകി തല തടവി ചെവി തടവി ഇങ്ങനെ വിശാലമായി ഉദു കൊടുക്കാൻ 4-5 മിനിറ്റ് അങ്ങനെ തന്നെ പോകും. ഇവിടെ എന്ത് ചെയ്യേണ്ടത്? ഹൗദങ്കരിയിലാണെങ്കിൽ ഒറ്റ പ്രാവശ്യം മുഖം കഴിക്കുക, 2 കൈ ഒപ്പം ഹൗദിലേക്ക് മുക്കുക, തല അല്പം തടവും, 2 കാലം ഒപ്പെടുക്കുക, ഒറ്റപ്പാലിൽ 20-25 സെക്കൻഡ് കൊണ്ട് ഉദു എടുത്ത് കഴിയും. ഇവിടെ എന്ത് പാടില്ല? വലാ യജൂസും തസ്ലീസും 3 പ്രാവശ്യമാക്കാൻ ജായിസല്ല, അനുവദനീയമല്ല. വലാ ഇത്തിയാലും സായിരി സുനനി, മറ്റു സുന്നത്തുകൾ കൊണ്ടുവരലും അനുവദനീയമല്ല. ഒരു സന്ദർഭം. മറ്റൊരു സന്ദർഭമാണ് വെള്ളം കെലിയിലാകുമ്പോൾ ആകെ ഒരു ബോട്ടിൽ വെള്ളമുള്ളൂ, ഒറ്റ കുപ്പി വെള്ളം. ഇവിടെ സുന്നത്തെടുക്കുകയാണെങ്കിൽ ഒരു ബോട്ടിൽ സുന്നത്തെടുക്കുമ്പോൾ തന്നെ കഴിയും. ഉദാഹരണത്തിന് വെള്ളം കുപ്പിച്ച് മുകളിൽ വെച്ച് 3 വട്ടം മുകളിൽ കഴിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും? വളരെ കഴിയും. ഇനി അതല്ല ഫർദിന് മാത്രം ഉപയോഗിക്കുകയാണെങ്കിൽ 1 വട്ടം മുഖം കഴുകി 1 വട്ടം കൈ കഴുകി തലൽപ്പം തടവി 2 കാലും കഴുകുമ്പോൾ തന്നെ 1 ബോട്ടിൽ വെള്ളം കണക്കാണ്. ഈ സന്ദർഭത്തിൽ സുന്നത്തെടുക്കാൻ പറ്റില്ല. വല യജൂസ് തസ്ലീസുൻ 3 പ്രാവശ്യമാക്കാൻ ജായിസല്ല. വല ഇത്തിയാൽ സായിസുനി, മറ്റു സുന്നത്തുകൾ കൊണ്ടുവരാൻ ജായിസല്ല.